ഇപ്പൊ തിരുവനന്തപുരത്ത് ഒരു സ്വാമി അത്യാസന നില കിടപ്പുണ്ട്. അതിപ്പോ സ്വാമി ആയതുകൊണ്ട് ഞാൻ പറയല്ല. പക്ഷേ ഇന്ന് ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് തിരുവനന്തപുരം ഹൈലാൻഡ് ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടിയിൽ എന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതിൽ പങ്കെടുക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ സ്പർജൻ കുമാർ IAS ആണ്. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം ഉദ്ഘാടനത്തിൽ ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞാണ് നിങ്ങൾ ഇതിനെക്കുറിച്ച് പറയണം. അദ്ദേഹം പറഞ്ഞത് ആ സ്വാമിയുടെ കേസ് അദ്ദേഹം പറഞ്ഞിട്ട് പറഞ്ഞു, ആ സ്വാമി പറയുന്നതാണ് വീട്ടുകാരുടെ വേദവാക്യം. അദ്ദേഹം എന്ത് പറയുന്നതിനപ്പുറത്തില്ല 40 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്ന് സ്വാമിയുടെ കയ്യിൽ കൊടുത്തു. ആ പാവപ്പെട്ട ഒരു കുടുംബം സ്വാമിക്ക് നടന്നു പോകാൻ സഞ്ചരിക്കാൻ ഒരു ഇന്നോവ കാർ വാങ്ങിച്ചു കൊടുത്തു. 30 ലക്ഷം രൂപ കൊടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർ ഞങ്ങളോട് പറയാം, നിങ്ങളൊക്കെ ഇമാമിങ്ങളാണ്, നിങ്ങൾ ഇതിനെതിരെ സംസാരിക്കണം. ആളുകൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി താടി ഇച്ചിരി അങ്ങോട്ട് നീട്ടി, ഇച്ചിരി മുടി അങ്ങോട്ട് നീട്ടി. പിന്നെ നമ്മുടെ നാട്ടിലാണെങ്കിൽ സ്വാമിമാര് പറഞ്ഞാൽ പിന്നെ അവര് നിധിയുണ്ടെന്ന് പറഞ്ഞാൽ മോളെ കൊണ്ടുപോയി ബലി കൊടുക്കും. കന്യകയുടെ ചോരയുണ്ടെങ്കിൽ നിധി കിട്ടുള്ളൂ. ഇത്ര ശാസ്ത്രബോധം തൊട്ടുകൊണ്ടിട്ടില്ലാത്ത മതബോധങ്ങൾ നമ്മുടെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ പിന്നെ കുറച്ച് മുടി നീട്ടി വളർത്തി, കുറച്ച് തലമുടി ഇങ്ങനെ നീട്ടി വളർത്തി, കുറച്ച് താടി ഇങ്ങനെ നീട്ടി വളർത്തി, കയ്യിൽ 2 പച്ച പട്ടുങ്ങളെ കെട്ടിയാൽ ഏത് ആസാമിയും ഇവർക്ക് ഔലിയാണ്. ഏത് ആസാമിയും ഈ പച്ചപ്പൊട്ടി പെണ്ണുങ്ങൾക്ക് ഔലിയാണ്. അവരെന്ത് പറഞ്ഞത് ചെയ്യും. എത്ര വലിയ മണ്ടത്തരങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്, എത്ര വലിയ ബുദ്ധിമോശങ്ങളാണ് നമ്മൾ കാണിക്കുന്നത്. ചില ആളുകൾ വീട്ടിൽ വന്നിട്ട് ആ വാതില് ശരിയല്ല, പൊളിച്ചു മാറ്റി, അത് പൊളിച്ചു. അപ്പൊ പറയും മേക്കൂര ശരിയല്ല, അതും പൊളിച്ചു മാറ്റി. അവസാനം പാവപ്പെട്ട് ലോൺ എടുത്തുണ്ടാക്കിയ കടപ്പാടം ഏതോ ഒരുത്തം പറഞ്ഞു എന്ന് പറഞ്ഞ് പൊട്ടിച്ചു കളയണ ഈ പൊട്ടി മനുഷ്യന്മാരെ, ഈ പൊട്ട മനുഷ്യന്മാരെ ലോകത്തെന്താ വിളിക്കുക? ഇത്രയേറെ നമ്മൾ ലോല മനസ്സരായി മാറാൻ പറ്റൂ. നിങ്ങളൊന്ന് ഇപ്പൊ മുക്കര് പറഞ്ഞാലും മുലിയാര് പറഞ്ഞാലും സ്വാമി പറഞ്ഞാലും എല്ലാവരെ പോലെ തന്നെ. എനിക്കിത് പറയാൻ പേടിയൊന്നുമില്ല, എനിക്ക് ഒരു മനുഷ്യനെ എനിക്ക് പേടിയില്ല. എന്തിനത് പറയേണ്ട കാര്യങ്ങൾ പറയണ്ടേ? ഇങ്ങോട്ട് വരിക. അതിനകത്തൊക്കെ ചെറിയ എന്തെങ്കിലുമൊക്കെ ഈ വായുശാസ്ത്രമൊക്കെ ഉണ്ടാകും. വായു നേരെ കയറിയ കാറ്റ് അതേപോലെ തന്നെ വെളിയിലോട്ട് പോകണം, ഇല്ലെങ്കിൽ രോഗമൊക്കെ ഉണ്ടാകും. അതൊക്കെ വളരെ പ്രധാനപ്പെട്ടാണ്. ആരോഗ്യ പ്രവർത്തകർ എന്ന് പറയുന്നുണ്ട്. ചില ആളുകൾ വന്നിട്ടാ നിന്റെ വീട് ശരിയല്ല, പൊളിച്ചു മാറ്റിക്കും. അൽഹംദുലില്ലാഹ് പൊളിച്ചു മാറ്റി. അവൻ കടപ്പാടില്ല, പിന്നെ വാടകയ്ക്ക് പോയി കിടക്കും. ഇങ്ങനെ ഒന്നാമതായി ദൗർബല്യമായ വിശ്വാസങ്ങളെ ചൂഷണം ചെയ്ത് ജീവിക്കരുത് എന്ന് ആ വിഭാഗവും തീരുമാനിക്കണം. ആ ചൂഷണത്തിൽ പെടരുത് എന്ന് നമ്മളും തീരുമാനിക്കണം. ഏതായാലും അല്ലാഹു ആരോഗ്യം തന്നിട്ടുണ്ട്. ആ ആരോഗ്യം കൊണ്ട് ഹലാലായ വരുമാനം കൊണ്ട് സമ്പാദിച്ച് ജീവിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നാളെ പറ്റൂലേ നല്ല കുന്താലി എടുത്തിട്ട് മണ്ണിലോട്ടങ്ങ് ഇറങ്ങണം. എനിക്കുറപ്പാണ്, ഞാൻ കിതാബിന്റെ പേപ്പർ മറിച്ചതിനേക്കാളേറെ മൺവെട്ടി കൈ പിടിച്ച ആളാണ്. ഞാൻ കിതാബിന്റെ പേപ്പർ മറിച്ചതിനേക്കാളേറെ മൺവെട്ടി കയ്യിൽ പിടിച്ച ആളാണ്. അതുകൊണ്ട് നാളെ ഒരു അവസ്ഥ വന്നാൽ മണ്ണിൽ കളച്ചിട്ട് ജീവിക്കാനും കഴിയുമെന്നുള്ളൊരു ബോധമുണ്ടാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ചില മൂല്യങ്ങൾ ഉണ്ടാവുക. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പട്ടിണിയോട് ഞാൻ പറഞ്ഞു വന്നത്, ഏത് പട്ടിണി ഉണ്ടായാലും റബ്ബിനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ടെന്നും ആരെയും പറ്റിച്ച് ജീവിക്കരുത്. ഞങ്ങളുടെ നാട്ടില് ഒരു പാവപ്പെട്ട അമ്മൂമ്മ, അവർക്ക് ഈ പെൻഷൻ കിട്ടിയ കുറെ പൈസ 12,000 രൂപ ആ പാവപ്പെട്ടവരത് ഇടാൻ വേണ്ടി ബാങ്കിൽ പോയി. അപ്പൊ ഇത് പൂരിപ്പിച്ചിട്ട് ഇടാൻ അറിഞ്ഞൂടാ. അടുത്തിരുന്നൊരു നല്ല മാന്യമായ വേഷം ധരിച്ച ചെറുപ്പക്കാരനോട് പറഞ്ഞു, മോനെ അമ്മൂമ്മയ്ക്ക് ഇത് പൂരിപ്പിക്കാറുണ്ട്, ഇതൊന്ന് പൂരിപ്പിച്ച് എന്റെ അക്കൗണ്ടിൽ ഇടാൻ പറഞ്ഞു. ആ ചെറുപ്പക്കാരൻ അമ്മൂമ്മയുടെ കട്ടപ്പാട് മനസ്സിലാക്കി അവൻ ഫോം വാങ്ങിച്ചു, അക്കൗണ്ട് നമ്പർ പൂരിപ്പിച്ചു, ഇട്ടുകൊടുത്തു. അമ്മൂമ്മയ്ക്ക് 1 വർഷമായിട്ട് അക്കൗണ്ടിൽ പൈസ വന്നില്ല. ഇവൻ പൂരിപ്പിച്ചു കൊടുത്ത അവന്റെ അക്കൗണ്ട് നമ്പർ. ഇത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി സഹോദര, ആ പാവപ്പെട്ട അമ്മയുടെ പൈസ അവനവന്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കളഞ്ഞു. ഇങ്ങനെ ചെറുതും വലുതുമായി അധ്വാനിച്ച് ജീവിക്കാൻ വൈമനസ്യമുള്ള ആളുകളായി നമ്മുടെ സമൂഹം മാറുന്നുണ്ട്. ഇല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അധ്വാനിക്കാനുള്ള എല്ലാവിധ ആയുസ്സും ആരോഗ്യവും അല്ലാഹു നൽകുമാറാകട്ടെ.